പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പേരാവൂർ തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂൾ നവതിയുടെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ ജനുവരി 23-ന് പേരാവൂരിൽ നിന്നൊരു വിളംബര യാത്ര ആരംഭിച്ച് തൊണ്ടിയിൽ ടൗൺ ചുറ്റി സ്കൂളിൽ എത്തുന്നതോടുകൂടി ഈ നവതിയുടെ ആഘോഷ പരിപാടികൾ, സമാപന പരിപാടികൾക്കുള്ള ആരംഭമായി. ഈ കാര്യം നാട്ടിലെ മുഴുവൻ ആളുകളെയും അറിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ഷാജി കക്കോയിൽ, നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട മാത്യു സാറ്, അപ്പുറത്തിരിക്കുന്നത് അങ്ങേയത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ, അദ്ദേഹമാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ വിനോദ നടുവത്താനി PTA പ്രസിഡന്റ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്കൂളിന്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിട്ടയായി ഭംഗിയായി എല്ലാം ക്രമീകരിച്ച് നടന്നുകൊണ്ടേയിരിക്കും. ഒരു വർഷം നീണ്ടുനിന്ന പ്രോഗ്രാമിന്റെ സമാപന നാളുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. നാളെ ആഘോഷപൂർവമായ റാലി, തുടർന്ന് അങ്ങോട്ട് ഓരോ ദിവസങ്ങളും ജനുവരി 26 രാവിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ മാനേജർമാരുടെയും സ്കൂളിൽ ചേർന്ന അധ്യാപകരുടെയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 27-ാം തീയതിയാണ് സമാപന സമ്മേളനം വൈകുന്നേരം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിൽ പഠിച്ചവരും ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്നവരുമായ നിരവധി ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഭീകരനായ MP K. സുധാകരൻ സാറ്, നമ്മുടെ ആർച്ച് ബിഷപ്പ് സ്കൂളിന്റെ പേരാണ് ജോസഫ് പാമ്പാനി, MLA സണ്ണി ജോസഫ് സാറ്, അതുപോലെ ഈ സ്കൂളിന്റെ സംഭാവനയായ പൂർവ്വ വിദ്യാർത്ഥിയായ രചന, അതുപോലെ ജോർജ് IPS, നമ്മുടെ പ്രദേശത്ത് നിന്ന് ആദ്യമായി IPS നേടിയിട്ടുള്ള വ്യക്തിയാണ്. ജിമ്മി ജോർജിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അതുപോലെ സ്കൂളുകളൊക്കെ ചാർജ് അധികൃതർ ഭരിക്കുന്ന മോഹൻലാൽ സെബാസ്റ്റ്യൻ പാലാക്കുഴി, കോർപ്പറേറ്റ് മാനേജർ ഫാദർ സോണി വടശ്ശേരിയില്, അതുപോലെ നമ്മുടെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദ്ര ശ്രീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സാധ്യതകളായിട്ടുള്ള സത്യൻ CK AO ഇരട്ടി, അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ദീർഘകാല സേവനം അനുഷ്ഠിച്ചത് വിരമിക്കുന്ന ശ്രീമതി വീണ ജോസഫ് ടീച്ചർ, ഇവരുടെ എല്ലാം സാന്നിധ്യവും ഒത്തിരിയേറെ പ്രഗത്ഭരായിട്ടുള്ള ഈ സ്കൂളിന്റെ സംഭാവനകളായിട്ടുള്ള, ഈ നാടിന്റെ സംഭാവനകളായിട്ടുള്ള ഒത്തിരിയേറെ പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഉണ്ട്. ഈ സ്കൂളിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ സ്കൂളിനെ സ്നേഹിക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ, സാന്നിധ്യമെല്ലാം 27-ാം തീയതിയിലെ സ്കൂൾ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായി സ്കൂളിന് വേണ്ടി, സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിൽ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് വേണ്ടി, അതിന്റെ PTA ഭാരവാഹികൾക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഈ അക്ഷര മുത്തശ്ശിയുടെ മുൻപണിമുറ്റത്ത് വന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടുവാനും ഈ സ്കൂളിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ അയവർക്കാനും ഈ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി ഈ സ്കൂളിനെ കുറിച്ച് വിളിച്ചു പറയുവാനും ഇനിയും ധാരാളം ആളുകൾ ഈ സ്കൂളിന്റെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ നന്മയായി തീരാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സമാപന ദിവസമായ 29-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ ഒരു ചരിത്രപരമായിട്ടുള്ളതും അക്കാഡമിക്കായിട്ടുള്ളതാണ് ഇമേജ് ഓഫ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ നവതിയുടെ ആഘോഷ പരിപാടികൾ ഈ നാട്ടിൽ എല്ലാവരും ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ മലബാർ കുടിയേറ്റത്തിന്റെ സ്മാരകമായി ആദ്യം നടന്ന ഈ സ്കൂൾ നമുക്കറിയാം, മദ്രാസ് സ്റ്റേറ്റിന്റെ കീഴിൽ എലിമെന്ററി സ്കൂളായിട്ട് തുടങ്ങി, പിന്നീട് കാലഘട്ടത്തിന്റെ വളർച്ച അനുസരിച്ച് ഈ സ്കൂൾ സാവകാശം വളർന്നു വന്ന്
ഇന്ന് നമുക്കറിയാം പേരാവൂർ നഴ്സറി സ്കൂൾ മുതൽ +2 വരെ വളരെ മികവാർന്ന രീതിയിൽ, പ്രത്യേകിച്ചും സെന്റ് ജോൺസ് UP സ്കൂള് കുട്ടികളുടെ എണ്ണം കൊണ്ടും അധ്യാപകരുടെ എണ്ണം കൊണ്ടും മികവുറ്റ അധ്യാപകരുടെ സാന്നിധ്യം കൊണ്ടും മികവാർന്ന വിജയങ്ങൾ പല മേഖലകളിൽ നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അക്കാദമിക മേഖലകൾ, പാഠ്യേതര വിഷയങ്ങളിലുള്ള വലിയ മികവ് തുടർച്ചയായ വർഷങ്ങളിൽ കലോത്സവങ്ങളിൽ, അതുപോലെ കായിക മേളകളിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ അതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെയും ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന PTA ഭാരവാഹികളെയും അതുപോലെ മാതാപിതാക്കളുടെ നിരന്തരമായ സാന്നിധ്യവും പ്രോത്സാഹനവും ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മിടുമിടുക്കരായ വിദ്യാർത്ഥികൾ ഈ അധ്യാപകരോട് ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി അച്ചടക്കത്തോടുകൂടി അവരുടെ കഴിവുകൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ സ്കൂളിന്റെ ചൈതന്യമായി മാറിയിരിക്കുകയാണ്. ഈ സ്കൂൾ ഇപ്പോൾ സെന്റ് ജോസഫ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ ചർച്ചിന്റെ കീഴിലാണുള്ളത്. ആ പള്ളിയുടെ ഭാരവാഹികൾ എല്ലാവരും അതിന്റെ ഭരണസമിതി മുഴുവൻ ഈ സ്കൂളിനെ കുറിച്ച് വളരെ കാര്യമായി പരിഗണിക്കുകയും ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള വളർച്ച കൂടി എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നാട് ഏറ്റെടുത്ത ഈ സ്കൂളിനെ വീണ്ടും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹായ സഹകരണത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു. ഈ നവതി ആഘോഷം അതിന് കാരണമായി തീരട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. വർഷത്തിന്റെ മൊത്തത്തിൽ ഇഗ്നൈറ്റ് 2K26 എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഒരു കലാസന്ധ്യ ആണ് ഒരുങ്ങുന്നത്. ഒപ്പം വൈകുന്നേരം 6 മണിക്ക് രക്ഷകർത്താക്കളുടെ വലിയൊരു 90 പേര് അടങ്ങുന്ന ഒരു മെഗാ തിരുവാതിര ഉണ്ടാവും. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും വിവിധങ്ങളായ പ്രോഗ്രാമുകളും നടത്തുന്നതാണ്. 29-ാം തീയതിയുള്ള എക്സിബിഷൻ, മെഗാ എക്സിബിഷനാണ്. സ്പോർട്സിന്റെയും അതുപോലെ സയൻസ്, സോഷ്യൽ സയൻസ് മറ്റു വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഇന്നോവിസ്റ്റ എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികൾ 90 പരിപാടികളാണ് നവതിയുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഏതാണ്ട് 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനങ്ങളുമുണ്ട്. ആദ്യകാലങ്ങളിലെ മലബാർ കുടിയേറ്റത്തിന്റെ ഇതിഹാസങ്ങൾ രചിച്ച പ്രദേശമാണ് പേരാവൂർ തൊണ്ടി പ്രദേശം. ആ കാലഘട്ടത്തിൽ കോഴിക്കോട് രൂപതയിൽ ആളുകളുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ആരംഭിച്ചത്. പിന്നീട് തലശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലായി. ഈ ആഘോഷവേളയിലേക്കും ഈ പരിപാടിയിലേക്കും ഏവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മികച്ചതാകുവാനും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുവാനും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള വലിയ പദ്ധതികൾ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള സന്തോഷവും ആനന്ദവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്തകൾ നടത്തുന്നു. മലയോര മേഖലയിലെ ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് ജോസഫ് സ്കൂള് ഇതിന്റെ പ്രവർത്തന മേഖലയിൽ 90 വർഷക്കാലം പൂർത്തിയായി നവതിയിലേക്ക് കടക്കുകയാണ്. ഈ നവതി ആഘോഷം സ്കൂളിലെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുകയാണ്. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വളരെ വിപുലമായ രീതിയിൽ 90 പരിപാടികളോടെ